നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ശബരിമല വികസനത്തിൽ സുപ്രധാനമായ ശബരി റെയിൽ പദ്ധതി പ്രാരംഭ നടപടികൾ പോലും പൂർത്തിയാക്കാതെ ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. ജൂലൈയിൽ സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ റവന്യൂ നടപടി പോലും തുടങ്ങിയിട്ടില്ല. ശബരി റെയിൽപാതയെക്കുറിച്ചുള്ള ചർച്ചയില്ലാതെയുള്ള ആഗോള അയ്യപ്പ സംഗമം തന്നെ അപ്രസക്തമായി പോയി എന്ന വിമർശനവും ഉയരുന്നുണ്ട്. എന്ത് സഹായവും ചെയ്യാവുന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്നും കേരള സർക്കാരിനാണ് ഉദാസീനത എന്നുമാണ് BJPയുടെ ആരോപണം. ആഗോള അയ്യപ്പ സംഗമത്തെയും ബദൽ സംഗമത്തെയും ചൊല്ലിയുള്ള ചർച്ചകളും വിവാദങ്ങളും ചൂടുപിടിക്കുമ്പോൾ ശബരിമലയുടെ യഥാർത്ഥ വികസന പ്രവർത്തനങ്ങളുടെ സ്ഥിതി എന്താണ്? 28 വർഷങ്ങൾക്ക് മുൻപ് അനുമതി ലഭിച്ച ശബരിപാത ഇനി യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ചോദ്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദിവസങ്ങളോളം ഉറങ്ങാതെ അയ്യപ്പ ദർശനത്തിനായി റോഡ് മാർഗം യാത്ര ചെയ്യുന്ന ശബരിമല തീർത്ഥാടകർ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കുന്നതിനാണ് 1997 അങ്കമാലി ശബരി റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചത്. എന്നാൽ പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കൽ നടപടിക്ക് റവന്യൂ ജീവനക്കാരെ നിയോഗിക്കുന്നതുൾപ്പെടെയുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടില്ല. പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലും കേന്ദ്രവും സംസ്ഥാനവും ചെലവ് പങ്കിട്ട് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മന്ത്രിസഭാ തീരുമാനം പോലും ഉണ്ടായിട്ടില്ല. പദ്ധതിക്കായി സംസ്ഥാനം പകുതി തുക ചെലവാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പകുതി മുടക്കുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിലാണോ മൊത്തം പദ്ധതിയിലാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പദ്ധതി ചെലവ് പങ്കിടുന്നതിൽ റെയിൽവേയുമായി ത്രികക്ഷി കരാർ ഒപ്പിടുകയോ സ്ഥലമെടുപ്പ് പുനരാരംഭിക്കുന്നതിന് ഉത്തരവിടുകയോ ചെയ്തിട്ടില്ല. മുൻപ് പദ്ധതിക്ക് കല്ലിട്ട് തിരിച്ച സ്ഥലം ഭൂവുടമകൾക്ക് വിൽക്കാനോ ഈടുവെച്ച് ലോൺ എടുക്കാനോ കഴിയാത്ത സ്ഥിതിയുമാണ്. കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഉദാസീനതയാണ് പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന് കാരണമെന്നാണ് BJPയുടെ ആരോപണം. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റോ ദേവസ്വം ബോർഡോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നടത്തിയ ആഗോള അയ്യപ്പ സംഘം എന്ന പേര് നടത്തിയിട്ട് അവിടെ വികസനം കൊണ്ടുവരികയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരി റെയിൽവേ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ മുതൽ തന്നെ അതിന് തുറന്നൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്ത് സഹായം ചെയ്യാനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ഥലം ഏറ്റുകൊടുക്കേണ്ടതും ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായവും ഈ കാര്യത്തിനുണ്ടാകുന്നില്ല. ശബരിമലയുടെ വികസനം എന്ന പേരിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടതെന്നും എന്നാൽ ശബരി റെയിൽ ചർച്ച ചെയ്യാത്ത സംഗമം അപ്രസക്തമായി എന്നും ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ. ഏകദേശം 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച നിർദ്ദിഷ്ട ശബരി റെയിൽവേ പദ്ധതി എങ്ങും എത്താതെ കിടക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ശബരി റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനും അത് അയ്യപ്പഭക്തന്മാരുടെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം ആകുകയും ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്തെ മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്ത നിവേദന സംഘം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സംഘപരിവാർ സംഘടിപ്പിച്ച ബദൽ സംഗമത്തിലും ശബരിപാത ചർച്ചയായില്ല. രാജ്യത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് റെയിൽപാത സജ്ജമാക്കാൻ കഴിയാത്തതിന് പിന്നിൽ കേന്ദ്രത്തിൻ്റെയും വീഴ്ചയുണ്ടെന്നാണ് ഉയരുന്ന വിമർശനം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയം ശബരിമലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അധികമാരും ചർച്ച ചെയ്യുന്നില്ല ശബരി റെയിൽവേ പാതയെക്കുറിച്ച്. എന്നാൽ ശബരിമലയിൽ വിമാനത്താവളം മാത്രം യാഥാർത്ഥ്യമായാൽ പോരാ. ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന ഭക്തരുടെ ചിരകാല സ്വപ്നമായ ശബരി റെയിൽവേ പാത കൂടി യാഥാർത്ഥ്യമാകണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം മനീഷ് മഹിവാൽ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരം ശ്രീകാര്യം സപ്ലൈകോ പീപ്പിൾ ബസാറിൽ വൻ ക്രമക്കേട്. സപ്ലൈകോ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ പരിശോധനയിൽ സ്റ്റോക്കിലും പണത്തിലും വൻ ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, എന്തൊക്കെയാണ് വിവരങ്ങൾ?
തിരുവനന്തപുരം ശ്രീകാര്യത്തെ സപ്ലൈകോയിലാണ് വൻ ക്രമക്കേട് ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ വരുന്നത്. സപ്ലൈകോ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ പരിശോധനയിലാണ് ഈ 10 ലക്ഷം രൂപയിലധികം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോഴും അവിടെ ഈ സപ്ലൈകോ അടച്ച് പരിശോധന തുടരുകയാണ്. കൂടുതൽ രൂപയുടെ, അതായത് 10 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തലായി വരികയും ചെയ്യുന്നത്. അതിൽ സ്റ്റോക്കിലും പണത്തിലും വലിയ തരത്തിലുള്ളൊരു വ്യത്യാസമാണ് ഫ്ലൈയിങ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ബാങ്കിൽ അടച്ച പണവും അതുപോലെ തന്നെ സപ്ലൈകോയിൽ നിന്ന് വിൽപ്പന നടത്തിയതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലൈയിങ് സ്ക്വാഡ് ഈ സപ്ലൈകോയിലേക്ക് എത്തിയത്. അതിനുശേഷം ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഈ മാനേജർ, ഈ സപ്ലൈകോയുടെ മാനേജറായി നിൽക്കുന്ന ആള് ഒരു വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. ആരുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ സപ്ലൈകോ അടച്ച് ഇപ്പോഴും ഒരു പരിശോധന നടത്തുന്നു. അത് 10 ലക്ഷത്തിൽ ഒതുങ്ങില്ല ഈ തട്ടിപ്പ് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുന്നു, അതിനുശേഷം കണക്ക് മാറ്റി എഴുതുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. വരും മണിക്കൂറുകളിൽ അതിൻ്റെ ഒരു എത്ര ലക്ഷം രൂപയുടെ തട്ടിപ്പ് സപ്ലൈകോയിൽ നടന്നു എന്നുള്ളത് വ്യക്തമാകും. ശരി, മേഘനാ മുരളിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾ ഉൾപ്പെടെ ജയിൽ ചാടുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജയിൽ സുരക്ഷാ പദ്ധതികളുമായി ആഭ്യന്തര വകുപ്പ്. ജയിലുകളിലെ സുരക്ഷ ശക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ 31 കോടിയുടെ ഭരണാനുമതി നൽകി. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ സംഭവത്തിന് പിന്നാലെ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ നൽകിയ ശുപാർശ അംഗീകരിച്ചാണ് സർക്കാരിന്റെ ഉത്തരവ്. അതീവ സുരക്ഷാ ജയിലെന്ന സർക്കാരിൻ്റെ അവകാശവാദങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദചാമി പുറത്തു ചാടിയത്. സമീപത്ത് നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളെ കണ്ടെത്താനായെങ്കിലും കേരളത്തിലെ ജയിലുകളിലെ സുരക്ഷ ചോദ്യചിഹ്നത്തിലായി. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ സംഭവത്തിന് പിന്നാലെയാണ് ജയിലുകളിലെ സുരക്ഷ ശക്തമാക്കുന്നതിന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ സർക്കാരിന് വിശദമായ ശുപാർശ നൽകിയത്. ജയിലുകൾ സന്ദർശിച്ചു വിലയിരുത്തിയതിനു ശേഷമാണ് ജയിൽ മേധാവി വിശദമായ ശുപാർശ തയ്യാറാക്കിയത്. ജയിൽ മേധാവിയുടെ ശുപാർശ അംഗീകരിച്ച സർക്കാർ ജയിൽ നവീകരണത്തിന് 39 കോടി 89 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ അതീവ സുരക്ഷാ ജയിലുകളുടെയും വനിതാ ജയിലുകളുടെയും സുരക്ഷ ശക്തമാക്കും. 20 കോടി രൂപ ജയിലുകളുടെ നവീകരണത്തിനും 19 കോടി 89 ലക്ഷം രൂപ തടവുകാരുടെ ക്ഷേമത്തിനുമാണ് നീക്കിവച്ചിരിക്കുന്നത്. ജയിലുകളിലെ നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങളുടെ വാർഷിക പരിപാലനത്തിനായി 1.3 കോടി വകയിരുത്തി. ജയിലുകളിൽ ജനറേറ്ററുകൾ സ്ഥാപിക്കാൻ 34.68 ലക്ഷം രൂപയും നീക്കിവെച്ചു. നവീകരിക്കുന്ന ജയിലുകളും പ്രവൃത്തിയും ഇങ്ങനെ: വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ചുറ്റുമതിൽ നിർമ്മിക്കും. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പ്രധാന സുരക്ഷാ മതിലിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും. തിരുവനന്തപുരം വനിതാ ജയിലിൽ ചുറ്റുമതിലിന്റെ അറ്റകുറ്റപ്പണി നടത്തും. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ചുറ്റുമതിലിന്റെ അടിത്തട്ട് ബലപ്പെടുത്തും. തിരുവനന്തപുരം സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ പുറം ചുറ്റുമതിലിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കും. തവനൂർ സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷണൽ ഹോമിൽ മതിൽ പുനർനിർമ്മിക്കും. പീരുമേട് സബ് ജയിലിൽ പുതിയ ബ്ലോക്ക് നിർമ്മിക്കും. തിരുവനന്തപുരം വനിതാ തുറന്ന ജയിലിലെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കും. എറണാകുളം ജില്ലാ ജയിലിലെ ചുറ്റുമതിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും. കഴിഞ്ഞ 3 വർഷത്തിനിടെ വനിതാ തടവുകാർ ഉൾപ്പെടെ 30 പേർ ജയിൽ ചാടിയെന്നാണ് റിപ്പോർട്ട്. അതിൽ 12 പേർ ഇപ്പോഴും കാണാമറയത്താണ്. തടവു ചാടിയവരെ കണ്ടെത്തുകയും വേണം, അകത്തുള്ളവർ പുറത്തു ചാടാതെ കാക്കുകയും വേണം ജയിൽ വകുപ്പിന്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ്. സപ്ലൈകോയും മില്ലുടമകളും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ പാലക്കാട്ട് നെൽ കർഷകർ ദുരിതത്തിലാണ്. സപ്ലൈകോയ്ക്ക് നൽകേണ്ട നെല്ലിന്റെ വിഹിതം കുറയ്ക്കണം എന്ന മില്ലുടമകളുടെ ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഇതോടെ നെല്ല് സംഭരണം നീളുമെന്ന ആശങ്കയിലാണ് കർഷകർ. 1ാം വിള കൊയ്ത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധി. കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. എന്നും ഇങ്ങനെ പച്ച പുതച്ച് കിടക്കും. എന്നാൽ ഈ പച്ചപ്പിന് പിന്നിൽ ഒരു കൂട്ടം കർഷകരുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ണീരുമൊക്കെയുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചർച്ച വീണ്ടും പരാജയപ്പെട്ടതോടെ ആശങ്ക ഉയരുകയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയും മില്ലേഴ്സും കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ്
കർഷകരുടെ ആശങ്ക ഇരട്ടിയായത്. അടുത്ത ചർച്ച ഫലം കാണുന്നതുവരെ നെല്ല് സംഭരണം വൈകും. നിലവിൽ കൊയ്ത്തിന് സമയമായ നെല്ല് എത്ര കാലം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമെന്നതും പ്രതിസന്ധിയാണ്. സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഉദ്യോഗസ്ഥ നിലപാടിനൊപ്പം നിന്ന് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും പാടശേഖര സമിതി സെക്രട്ടറി ദിവാകരൻ പറഞ്ഞു. ഈ കൃഷിക്കാരെ കൊയ്തെടുത്ത നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് വീണ്ടും മഴയത്ത് പെയ്താൽ അത് നനഞ്ഞ് പിന്നെ മുളയ്ക്കാവുന്ന പരുവത്തിലായ വീണ്ടും ഉണക്കണം, അല്ലെങ്കിൽ അവർ മില്ലുകാർ അതിൻ്റെ പെർസെൻറ്റേജ് പിന്നെ ചുരുക്കും. അതും കർഷകന് ബാധ്യതയായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരുപോലെ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും ദിവാകരൻ പറഞ്ഞു. നിലവിൽ കേന്ദ്രം നിശ്ചയിച്ച 68% എന്നത് 64 ചുരുക്കണമെന്നതാണ് റൈസ് മില്ലേഴ്സിന്റെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര സംഘം വന്ന് പരിശോധന നടത്തിയപ്പോൾ പരാതിയില്ലാത്തവർ ഇപ്പോൾ ഉയർത്തുന്ന വാദം പൊള്ളയാണെന്നും കർഷകർ പറയുന്നു. ഈ തവണ ഓരോ തവണയും ഓരോ പ്രയാസം സഹിച്ചിട്ടാണ് കൃഷിക്കാർ വിളവിറക്കുന്നത്. ആ വിളവ് സമയബന്ധിതമായിട്ട് നെല്ല് സംഭരിക്കാനും സംഭരണ വില നൽകാനും ഗവൺമെൻറ് തയ്യാറാവണം. ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കൃഷിക്കാർ എന്ന് പറയുന്ന വിഭാഗത്തിനെ തന്നെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വന്യജീവി ആക്രമണവും ജലലഭ്യതയുടെ കുറവും മൂലം കൃഷി നഷ്ടത്തിലാണ്. അതിനു പുറമെ സംഭരണത്തിലും വില നൽകുന്നതിലെ കാലതാമസവും ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടെ ആയതോടെ അടുത്ത തലമുറ കൃഷിയിലേക്ക് ഇറങ്ങാൻ ഭയക്കുകയാണ്. കാർഷിക മേഖല തകർന്നടിയും കൃഷിക്കാർ കൃഷിയിൽ നിന്നും ഒഴിവായി മറ്റ് മേഖലകൾ തേടിപ്പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം വരണമെങ്കിൽ ഭരണ നേതൃത്വം തന്നെ ശക്തമായി ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും ഒരു രക്ഷ കിട്ടാനുള്ളൂ കർഷകർക്ക്. അടുത്ത ചർച്ചകൾ എന്നുണ്ടാകുമെന്നത് സംബന്ധിച്ച് ഒരു വിവരവും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ ആശങ്ക വീണ്ടും ഉയരുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഗവൺമെൻറ് കൊടുക്കാനുള്ളവർക്ക് പൈസ കൃത്യമായി കൊടുക്കാതെ ഒരു ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. മില്ലുകാർക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ പണമുണ്ട്. അത് മില്ലുകാർക്ക് കൊടുക്കാണ്ട് അവർ സംഭരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളടക്കമുള്ള പൊതുസമൂഹത്തിന്റെ വയറു നിറക്കാൻ കൂടിയാണ് ഈ കർഷകർ പാടത്തിറങ്ങുന്നത്. നെല്ല് സംഭരണം വേഗത്തിലാക്കുക, സമയബന്ധിതമായി വില നൽകുക എന്നുള്ള ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ അധികൃതർ കേട്ടേ മതിയാകും. ക്യാമറാമാൻ രാജീവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഭീകരർക്ക് സഹായം നൽകിയ ഒരാളെയാണ് ഇപ്പോൾ ജമ്മുകശ്മീർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മുഹമ്മദ് കഠാരിയ എന്ന ആളെയാണ് പിടികൂടിയത് എന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ അറിയിക്കുന്നുണ്ട്. തോട്ടം മാനേജ്മെന്റിന്റെ പിടിവാശിയിൽ വൈദ്യുതി ഇല്ലാതെ മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കേണ്ട ദുരവസ്ഥയിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാടുള്ള സഹോദരിമാർ കഴിഞ്ഞ 2 മാസമായി ഇവരുടെ വീട്ടിൽ വൈദ്യുതിയില്ല. എസ്റ്റേറ്റിനുള്ള വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാൻ മാനേജ്മെന്റ് അനുവദിക്കാത്തതിനെ തുടർന്നാണ് കുടുംബം ഇരുട്ടിലായത്. 24 വാർത്തയ്ക്ക് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ഇടപെട്ടു. കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്നും നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മണ്ണു തിന്നിടിഞ്ഞാൽ കണ്ണൻ എന്നിങ്ങനെ തിണ്ണൻ പോയി ചെന്നിട്ട് ദ്വാരകന്മാർ മാതാവോടായിട്ടു ചൊല്ലി നിന്നിടിഞ്ഞാൽ മാതാവു താനതു കേട്ട നേരം. വണ്ടിപ്പെരിയാർ ക്ലബിൽ നിന്നായിരുന്നു ഈ വീട്ടിലേക്ക് വൈദ്യുതി നൽകിയിരുന്നത്. ഇവിടേക്ക് ലൈനുകൾ വലിച്ചിരുന്ന തടികൊണ്ടുള്ള പോസ്റ്റ് കാലപ്പഴക്കത്തിൽ ഒടിഞ്ഞു വീണു. ഇതോടെ ക്ലബിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചു. ഒപ്പം ഈ കുട്ടികളുടെ വീട്ടിലേക്കുള്ളതും. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ല. 2 മാസമായിട്ട് ഞങ്ങൾ മെഴുകുതിരി കത്തി വെച്ചിട്ടാ മെഴുകുതിരി കത്തി വെച്ചിട്ട് പഠിക്കുന്ന കാരണം കണ്ണൊക്കെ എരിയുന്നു. ഒത്തിരി ദിവസം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കറണ്ട് വന്നിട്ടേ ഇല്ല. ഹാഷിനിയും ഹർഷിനിയും പിതാവ് മോഹനും മുത്തശ്ശൻ വിജയനുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പുതിയ കണക്ഷൻ നൽകാൻ KSEB തയ്യാറാണെങ്കിലും എസ്റ്റേറ്റിനുള്ളിലൂടെ പോസ്റ്റുകൾ സ്ഥാപിക്കാൻ നിലവിലെ മാനേജ്മെന്റ് അനുമതി നൽകുന്നില്ല. അതേസമയം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പക്ഷേ ഏത് സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ തകരാറിലാക്കാവുന്ന ഒരു ഇടപെടലും നടത്താൻ പാടില്ല. 24 ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇവിടെ വെച്ച് തന്നെ ജില്ലാ കളക്ടറോട് ഇക്കാര്യത്തിൽ അടിയന്തരമായി എന്താണ് സംഭവമെന്ന് അന്വേഷിക്കാനും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാനും ആവശ്യമാണെങ്കിൽ സർക്കാർ ഗൗരവമായിട്ടുള്ള നടപടി അക്കാര്യത്തിൽ എടുക്കാനും ഉള്ള തീരുമാനം ഇപ്പോൾ അറിയിക്കുന്നതാണ്. RBT എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ സ്ഥലം 25 വർഷം മുമ്പ് വിജയൻ എഴുതി നൽകിയതാണ്.
എന്നാൽ എസ്റ്റേറ്റ് പോപ്സ് മാനേജ്മെന്റ് ഏറ്റെടുത്തതോടെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ തർക്കമുയർന്നു. വെളിച്ചമില്ലാതെ ദുരവസ്ഥയിലായ 2 കുട്ടികളുടെയും പിതാവിന്റെയും മുത്തശ്ശന്റെയും വാർത്തയിൽ റവന്യൂ മന്ത്രിയുടെ അടിയന്തര ഇടപെടലുണ്ടായിട്ടുണ്ട്. കളക്ടറും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് 24-ന്റെയും പ്രതീക്ഷ. എന്തുതന്നെയായാലും അടിയന്തരമായി ഈ കുട്ടികളുടെ വീട്ടിലേക്ക് വെളിച്ചമെത്തട്ടെ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കൊല്ലം ബീച്ചിൽ കോടികൾ ചിലവിട്ട് നിർമ്മിച്ച മറൈൻ അക്വേറിയം കാട് മൂടിയിട്ട് നാളുകൾ ഏറെയായി. അലങ്കാര മത്സ്യങ്ങൾക്ക് പകരം ഇന്ന് ഇഴജന്തുക്കളാണ് ഇവിടെയുള്ളത്. അനാസ്ഥ കൺമുന്നിൽ കണ്ടിട്ടും കോർപ്പറേഷൻ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധിയാണ് അക്വേറിയത്തിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണം എന്നാണ് അധികൃതർ പറയുന്നത്. കടലിലെ വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാൻ അവസരമൊരുക്കിക്കൊണ്ടാണ് കൊല്ലം കോർപ്പറേഷൻ കൊല്ലം ബീച്ചിന് സമീപത്ത് ഈ മറൈൻ അക്വേറിയം ഇവിടെ സ്ഥാപിച്ചത്. കോടികൾ ചിലവിട്ട് സ്ഥാപിച്ച മറൈൻ അക്വേറിയത്തിൽ ഇന്ന് മത്സ്യങ്ങളില്ല. പകരമുള്ളത് ഇഴജന്തുക്കൾ മാത്രമാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 1.5 കോടി രൂപ ചിലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച മറൈൻ അക്വേറിയം 2019 പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. വൈവിധ്യമാർന്ന അപൂർവ ഇനം 23ഓളം കടൽ മത്സ്യങ്ങളാണ് അക്വേറിയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി ഇതാണ്. ബീച്ചിൽ വരുന്ന സാധാരണക്കാർക്കൊക്കെ കയറാൻ പറ്റിയൊരു സ്ഥലവും കൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായി ഇത് പൂട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ഒരു താവളമായി മാറിയേക്കുകയാണ്. അതേപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ് രാത്രികാലങ്ങളിൽ. ഓരോ മത്സ്യത്തിനും ആവശ്യമായ ആവാസ വ്യവസ്ഥയോടുകൂടി 25 ചില്ലുകൂടുകളും ഒരുക്കിയിരുന്നു. ഇതിന് മാത്രം 25 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. 12,000 ലിറ്റർ ശേഷിയുള്ള ജലാശയം, 15 സമുദ്ര മാതൃകകൾ എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ദിവസേന 100 കണക്കിന് സഞ്ചാരികളെത്തുന്ന ബീച്ചിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ സമ്മാനിച്ച ഇടമാണ് ഇന്ന് ഈ രീതിയിൽ കാട് മൂടിയത്. ഇത് ആകപ്പാടെ 2 മാസം ഇത് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അവരെ ഉപജീവനം നശിപ്പിച്ച് മൊത്തം കാട് കയറി ഇവിടെ വന്യസങ്കേതം കണക്ക് നശിപ്പിച്ച് മൊത്തം ഇട്ടേക്കുക. സമുദ്രജീവികളെക്കുറിച്ച് അറിവ് പകരുന്നതിനും അക്വേറിയം സഹായകരമായിരുന്നു. പാസ് ഉപയോഗിച്ചായിരുന്നു പ്രവേശനം. 3D തിയേറ്റർ സൗകര്യം ഉൾപ്പെടുത്തി അക്വേറിയം കൂടുതൽ ആകർഷകമാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. അക്വേറിയത്തിന്റെ പരിപാലന ചുമതല കരാർ നൽകിയെങ്കിലും കരാർ ഏറ്റെടുത്തയാൾ ഉപേക്ഷിച്ചുപോയി. ഇവിടെയുണ്ടായിരുന്ന മത്സ്യങ്ങളിൽ പലതും ഇതിനിടയിൽ ചത്തും പോയിട്ടുണ്ട്. ബാക്കിയുണ്ടായിരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അതിന് ഉത്തരവുമില്ല. കെട്ടിടത്തിന്റെ ഒരു മേൽക്കൂര തകർന്ന് പരിസരം ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കി പഴയ രീതിയിലാക്കണമെങ്കിൽ തന്നെ നല്ലൊരു തുക, ലക്ഷക്കണക്കിന് രൂപയാവും. അങ്ങനെ ദീർഘവീക്ഷണമില്ലാത്തതും ഇത് കാലാകാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനം എന്ന് പറയുന്നത് ദീർഘവീക്ഷണമില്ലാത്തതും ഇത് മുന്നോട്ട് ഈ പ്രോജക്റ്റുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് വന്നതോടെയാണ് അക്വേറിയത്തിന്റെ പ്രവർത്തനം മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ അതും കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും മറൈൻ അക്വേറിയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് നിർമ്മിച്ച മറൈൻ അക്വേറിയമാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ഇങ്ങനെ കാട് മൂടി കിടക്കുന്നത്. കോടികൾ ചിലവിട്ട് ഇത്തരം കേന്ദ്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് പരിപാലിക്കാനുള്ള മാന്യതയും മര്യാദയും കൂടി ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ സാധാരണക്കാരുടെ നികുതി പണം ഇങ്ങനെ കാട് മൂടിപ്പോകും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. മലപ്പുറം നിലമ്പൂർ പാറേക്കാട് നഗറിലെ ആദിവാസി കുടുംബത്തിന്റെ വേദനയ്ക്ക് അറുതിയായിരിക്കുകയാണ്. ചെറിയ വീട്ടിൽ കഴിഞ്ഞ കുടുംബത്തിലെ 21 പേരെ ITDP ഇടപെട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറ്റി. 24 വാർത്തയെ തുടർന്നാണ് ഈ ഇടപെടൽ. 24 ഇമ്പാക്ട്. പാറേക്കാട് നഗറിലെ കുറുമ്പിയമ്മയുടെ ചെറിയ വീട്ടിൽ കഴിഞ്ഞിരുന്നത് മക്കളും കുട്ടികളുമായി 21 പേർ. രാത്രി കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് അനുവദിച്ച ആട്ടിൻകൂട്ടിലാണ് ഒരു മകൻ കിടന്നിരുന്നത്. കുറുമ്പിയമ്മ ഇരുന്നുറങ്ങും. ഈ വേദന 24-ലൂടെ പുറം ലോകം അറിഞ്ഞു. ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള ITDP വിഷയത്തിൽ ഇടപെട്ടു. അടഞ്ഞുകിടന്നിരുന്ന ഒരു ആദിവാസി കുടുംബത്തിന്റെ വീട് താൽക്കാലികമായി ഏറ്റെടുത്ത് കുറുമ്പിയമ്മയ്ക്ക് കൈമാറി. ഒരു മകളും കുടുംബവും ഇവിടേക്ക് മാറി താമസിച്ചു. ഒരു വീട് കിട്ടിയല്ല കയറി കിടക്കാൻ അത്രയും വലിയൊരു സന്തോഷം എനിക്കിന്നില്ല. ഇപ്പോൾ
ഒരു മക്കളെങ്കിലും ഒരു മക്കൾ വേറെ പോയാൽ എത്രയും നല്ലൊരു സന്തോഷം എനിക്ക്. ഇപ്പോൾ കാല് നീട്ടി കിടക്കുന്നുണ്ട്. മറ്റത് ഞാൻ വെറും ഇരുന്ന് ഉറക്കം ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ആ കാര്യത്തിൽ എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. സ്ഥലം ലഭിക്കുകയാണെങ്കിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ITDP അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള സ്ഥലം കണ്ടെത്തുന്ന നടപടി അടുത്ത പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് P. മനോഹരൻ. കഴിഞ്ഞ വർഷങ്ങൾ മുമ്പ് പഞ്ചായത്ത് വിട്ടു നൽകിയ കുറച്ച് ഭൂമിയുണ്ട്. 4 സെൻറ്റ് നഗറെന്നാണ് പറയുക. പക്ഷേ അവിടെ കുറച്ച് ഭൂമി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറുമ്പി അമ്മേൻ്റെ സങ്കടം കേട്ടുകൊണ്ട് കഴിഞ്ഞ ബോർഡിൽ തന്നെ ഞങ്ങളത് സംസാരിക്കുകയും അത് ഒരു സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് കുറച്ച് കുടുംബത്തിന് കൊടുക്കാൻ പറ്റും. നിലമ്പൂരിലെ മർച്ചന്റ് അസോസിയേഷൻ സഹായമായി കൈമാറിയ തുക വീട്ടിൽ വൈദ്യുതി എത്തിക്കാൻ വിനിയോഗിക്കും. സ്വന്തമായി അർഹതപ്പെട്ട വീട് വേണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടികവർഗ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവശ്യം കൂടി എത്രയും വേഗം പരിഗണിക്കണം. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.